നല്ല നല്ല അഭിപ്രായമാണ്. എല്ലാരും വന്നിട്ട് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എന്റെ ഒരു ഇത്. അതെ, എല്ലാരും കുടിക്കട്ടെ. ഞങ്ങളോ കുടുങ്ങി. ആരും ഈ ഒരു പാറ കാണാൻ അങ്ങോട്ട് വരണ്ട. ഞങ്ങളെ നാട്ടിലുണ്ട് ഇതിലേറെ നല്ല പാറ. യോ മോനെ, നല്ല പേടിയുണ്ട്. അപ്പോ ഇന്ന് നമ്മളെ ഡേ 3 ഞങ്ങള് ഇപ്പോ കൊടൈക്കനാലാണുള്ളത്. ഇന്നലെ നൈറ്റ് ഞങ്ങൾ ഇവിടെ എത്തി, പക്ഷെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. ഫുൾ റണ്ണിങ് ആയ കാരണം ആകെ ടയേർഡായി. നമ്മൾ ഫസ്റ്റ് ആയിട്ട് വട്ടക്കനാലിൽ കണ്ടു. ഇനി നമ്മൾ ഡോൾഫിൻ നോസ്, അതുപോലെ റോക്കർ പില്ലർ, ഗുണാകേവ്, പെയിൻ ഫോറസ്റ്റ്, പിന്നെ ഒരു 8-10ഓളം സ്ഥലങ്ങളുണ്ടെന്ന്. പൂണ്ടി, അതുപോലെ കൂക്കാൽ, മന്നമന്നൂർ, ഇങ്ങനെ സ്ഥലങ്ങളാണ് പ്ലാൻ ചെയ്യണത്. പിന്നെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് കവർ ചെയ്യാന്നുള്ള പ്ലാനിലാണ്. അങ്ങനെ ഞങ്ങളിതാ ഡോൾഫിൻ നോസ് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നല്ല വ്യൂസൊക്കെ കണ്ടു. കോടൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ തന്നെ സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. ടെൻറ്റ് പോലെയുള്ള സ്റ്റേ ഒക്കെ കണ്ടു. അടിപൊളിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് ഇവിടെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇങ്ങോട്ട് വരാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയുണ്ടായിരുന്നു എന്താണ് ഓഫ് റോഡാണ്, നമ്മൾ നടന്നിട്ട് അത്യാവശ്യം ദൂരം പോകാനുണ്ട് എന്നൊക്കെ അറിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു രാവിലത്തെ ആ ഒരു എനർജിയിൽ വരാം, ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ടയേർഡ് ആവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ വന്നത്. പിന്നെ പോകുന്ന വഴിയൊക്കെ പറഞ്ഞാൽ നല്ല എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. കാരണം ഇതേപോലെ ഇങ്ങനെ ഓരോ വെള്ളച്ചാട്ടം, പിന്നെ ഈ പറഞ്ഞ പോലെ കോട, ഇടയ്ക്ക് നന്നായിട്ട് കോട വന്നിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് ലൈറ്റ് വരും. അങ്ങനെയൊക്കെ ആയിട്ട് ക്ലൈമറ്റും പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ആയി വരിക. നല്ലൊരു വൈബായിരുന്നു. 1.5 കിലോമീറ്റർ ഓഫ് ട്രക്കിംഗ്. അതും നടന്നുകൊണ്ട് ഭയങ്കര അഡ്വഞ്ചർ ആയിരുന്നു. കണ്ടില്ല, ഈ ഒരു വ്യൂ കാണാനാണ് അത്രയും കുന്നിൻ്റെ മേലെ നിന്ന് ഇറങ്ങിയെത്തി. എങ്ങനെ കയറുന്നുള്ള കൺഫ്യൂഷനിലാണ് അപ്പം നിൽക്കണേ. ആരും ഈ ഒരു പാറ കാണാൻ അങ്ങോട്ട് വരണ്ട. ഞങ്ങളെ നാട്ടിലുണ്ട് ഇതിലേറെ നല്ല പാറ. ആ പാറ ഉണ്ടോളി. അതെ, സംസാരിക്കാൻ പോലും വയ്യാതെ ഞങ്ങൾ കുറച്ചുള്ളൂ എന്ന് കരുതിയിട്ട് പോകുന്നതാ. പക്ഷെ ഇത് വെട്ട് ഗൈസ്. പിന്നെ നമ്മള് ഡോൾഫിനോസ് എന്താ വെച്ചാൽ നമുക്ക് നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുമ്പോ. അതെ, വരുന്ന ആ ഒരു വഴി നല്ല റിസ്ക് ആണെങ്കിൽ പോലും ഫുള്ള് കോട നിറഞ്ഞ് നമ്മള് പെയിൻ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെയും, അതുപോലെ അടി നല്ല ഫോഗ്. നോക്കൂ, കോടയാണ് നോക്കുന്നിടത്തൊക്കെ കോട. നമുക്കൊരു ഫോട്ടോ പോലും നല്ല പോലെ എടുക്കാൻ കഴിയില്ല. പിന്നെ ആകെ ക്ഷീണിച്ചു, ദാസിനൊക്കെ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. മറ്റേ ഒന്നും പറയാനില്ലേ. ഞങ്ങൾ ഇനി എങ്ങനെ തിരിച്ചു പോകുന്ന ആലോചിക്കുകയാണ്. ഞങ്ങളിപ്പോ ആഗ്രഹിക്കുന്ന എന്താ വെച്ചാൽ ഇവിടുന്ന് മറ്റേ സിപ്പ് ലൈന്, കുത്തനെ ഉള്ള വല്ല സിപ്പ് ലൈനോ റോപ്പ് വേയോ, അതുപോലെ വല്ല ട്രക്കിംഗ് ഓഫ് റോഡോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എത്ര എമൗണ്ട് ആണെങ്കിലും കൊടുക്കാന്നുള്ള പ്ലാനിലാണ്. ഞങ്ങൾ ഇറങ്ങുമ്പോൾ വിചാരിച്ചത് ഒരു 12 മണി 11:30 മേലേക്ക് കയറാന്നാ കരുതിയത്. പക്ഷെ അവിടുന്നൊക്കെ വിടും. ഫൈനലി എത്തി. നമ്മളൊന്ന് കണ്ടോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇത്ര റിസ്ക് എടുത്ത് വന്നതല്ലേ. ഞങ്ങൾ കുറെ റിട്ടേൺ പോകാൻ വേണ്ടി ട്രൈ ചെയ്തു, പക്ഷെ വീണ്ടും ഇത്രയും വന്നതിൻ്റെ ഒരു എഫേർട്ട് കിട്ടണമെങ്കിൽ നല്ല വ്യൂ ആണ്. രക്ഷയില്ല കേട്ടോ. എത്രയോ ഫീറ്റ് മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് തല ചുറ്റലും അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഇതാണ് ഡോൾഫിൻ നോസ്. നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഉണ്ടോ. നമ്മൾ ഫോട്ടോ സെഷൻ കഴിഞ്ഞിട്ട് വേണം അടുത്ത പേര് കയറാൻ. അപ്പം നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. യോ മോനെ, നല്ല പേടിയുണ്ട്. നമ്മളിപ്പോൾ ഫോട്ടോഷൂട്ടിലാണ് ഉണ്ടല്ലേ. ഇത്രയും നല്ല ക്ലൈമറ്റ്, ഭയങ്കര ക്ഷീണം. കാരണം ആകെ നമ്മളൊരു 10-50-100 മീറ്റർ കയറിയിട്ടുള്ളൂ. അപ്പത്തിന് പരിതാപരായി. ഒക്കെ ക്ഷീണിച്ചിരിക്കാണ്. ഷൂ ഒക്കെ അയച്ചിരിക്കുന്നുണ്ട്. ഷൂ ഒക്കെ അയച്ചിട്ടിരിക്കണ്. പിന്നെ നമ്മള് ചേച്ചിയുടെ സർവത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് വെയിറ്റ് ചെയ്യാണ്. ആകെ കയറിയിരിക്കണത് ഒരു 10-100 മീറ്റർ ആണ്. ഇനിയും 1.5 കിലോമീറ്ററോളം കയറാനാണ് അവസ്ഥ. അപ്പം നമ്മളിത് അവിടുന്ന് കുറേ കോട ഇറങ്ങിയില്ലേ, ഫോഗ്. അതുകൊണ്ടിപ്പോൾ നല്ല വ്യൂ കാണുന്നുണ്ട്. നമ്മൾ ചേച്ചിയുടെ സർവത്ത് എങ്ങനെ ഉണ്ട് നോക്കാം. ചേച്ചി ചോദിച്ചാണ് പെർമിഷൻ. അടുത്ത് കയറിയണോ? പാട്ടി അമ്മ കൂട്ടിക്കുണ്ട്. അതാ നല്ല ലൈസും നല്ല തണുത്ത അതൊരു നമ്മുടെ നാട്ടിലത്തെ മാരല്ലോ, ഒന്നും കൂടെ കളറുണ്ട്. നോക്കിയാ ഒന്നും കൂടെ റെഡിഷാണ്. പിന്നെ അതിക്ക് നല്ല ലൈസ്, ടേസ്റ്റ് അടിപൊളിയാണ്. പാട്ടിയമ്മയുടെ കൈപ്പുണ്യം അടിപൊളിയാണ്. പിന്നെ ലൈസും ഇതും ഓവർ മധുരം ഇല്ല അല്ലേ. കളർ കണ്ടപ്പോൾ നല്ല മധുരം ഉണ്ടാവും വിചാരിച്ചു, പക്ഷെ
സൂപ്പർ ആർക്ക് ഇത് എത്ര പെട്ടെന്ന് സൂപ്പർ ഇപ്പൊ നമ്മളിവിടെ വരുമ്പോ ഫുൾ ലേറ്റ് ആയിരുന്നു, വീണ്ടും പെട്ടെന്ന് ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ. അതെ, സ്നേഹനിധിയായ ഭർത്താവിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചയറിന്റെ മാതിരിയാണ്. ഒന്നും കൂടെ കുഞ്ഞാന്ന് പറഞ്ഞത് നല്ല നല്ല അഭിപ്രായമാണ്. എല്ലാരും വന്നിട്ട് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എന്റെ ഒരു ഇത്. എല്ലാരും കൊടുക്കട്ടെ, അതെ എല്ലാരും കൊടുക്കട്ടെ. ഞങ്ങളോ കുടുങ്ങി വഴി കാണിച്ചു കൊടുത്തോക്കെ ഇവിടൊക്കെയാണ് കേരളം. അങ്ങനെ നമ്മളിതാ പില്ലർ റോക്കിലെത്തി. വന്നപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ, നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ട് നല്ല സൂപ്പറായിരുന്നു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ, ചെറുതായിട്ടൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഇത് അങ്ങനെ ഒരു കട കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ക്യാരറ്റ്, മാംഗോ, പിന്നെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാംഗോ കണ്ടപ്പോൾ അതെന്തായാലും കഴിക്കാൻ വിചാരിച്ചു. പിന്നെ ക്യാരറ്റ് വാങ്ങി. അകത്ത് കയറിയപ്പോൾ ഗൈസ് ചെറുതായിട്ട് പണി പാളി, കാരണം ഇത്രയും കോടയായ കാരണം ഞങ്ങൾ പില്ലർ റോക്ക് ഒന്നും കണ്ടില്ല. പിന്നെ ചെറിയ മഴയുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി. അങ്ങനെ ഗൈസ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഗുണ കേവ് എത്തിയിട്ടോ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ശരിക്കും ആകെ അന്തം വിട്ടു, കാരണം അത്രയും റഷായിരുന്നു കേട്ടോ, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ ചെന്നപ്പോൾ ഫുൾ വൈബ് ഗൈസ്, ആകെ റീൽസ്, വീഡിയോ, ഫോട്ടോ, ആകെ ഒരു ബഹളായിരുന്നു കേട്ടോ. നമ്മൾ ഫുൾ വൈബിലായിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോൾ മുതൽ നമ്മൾ പെട്ടെന്ന് ആ മഞ്ഞുമൽ ബോയ്സ് ഫിലിമായിട്ടാണ് കണക്ട് ആയിട്ടോ. കാരണം നമ്മൾ ഈ സ്ഥലം കൂടുതൽ അറിഞ്ഞത് ഈ മഞ്ഞുമൽ ബോയ്സ് ഫിലിമിലൂടെയാണ്. പിന്നെ മെയിനായിട്ട് ഇവിടെ എത്തിയപ്പോൾ മുതൽ നമ്മൾ കേൾക്കാണ് സുഭാഷേ, കുട്ടേട്ട, ഈ 2 വിളികളാണ് അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെന്താ, നമുക്ക് ഓരോ സ്ഥലം കാണുമ്പോഴും അവരിതിലൂടെയാണ് ചാടി ഫുൾ നമ്മൾ ആ ഒരു ഫിലിമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമുക്ക് വേറെയും കുറച്ച് സ്ഥലം പോവാണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഗേസ് ഞങ്ങൾ കൂക്കാൽ ലേക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വ്യൂ പോയിന്റ് ഒക്കെ കണ്ടു, അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ മെയിനായിട്ട് കാണണം വിചാരിച്ചത് ആ ഒരു വാട്ടർഫോൾ ആയിരുന്നു കേട്ടോ. പക്ഷേ അത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ ചെന്നപ്പോൾ മഴയും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കത് കഴിയോളം വെയിറ്റ് ചെയ്യാനുള്ള ഒരു ടൈമും ഉണ്ടായില്ല, കാരണം ഞങ്ങൾ അത്യാവശ്യം ലേറ്റായി അവിടെ എത്തിയപ്പോൾ. പിന്നെ ഞങ്ങൾ തിരിച്ചതാ കൊടൈക്കനാൽ ലേക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. രാത്രിയാകുമ്പോൾ ഒരു രക്ഷയില്ല, നല്ല തണുപ്പാണ്. അങ്ങനെ അതാ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ കയറി അങ്ങനെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ പർച്ചേസിങ്ങിന് ഇറങ്ങി. അപ്പോൾ നമ്മളിന്ന് കൊടൈക്കനാൽ എല്ലാം വിസിറ്റ് ചെയ്ത് ലാസ്റ്റ് ലേക്ക് കൊടൈക്കനാൽ ലേക്കിലെത്തി. പിന്നെ നമ്മളിപ്പോൾ ലേക്കിൽ പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ്. ചോക്ലേറ്റ്, അതുപോലെ ഹുഡീസ്, ക്യാപ്പ്. ഇത് ആസ്നം ക്യാപ്പ് മേടിച്ചു, അതുപോലെ അഞ്ജലി ക്യാപ്പ് മേടിച്ചു, ഹുഡി മേടിച്ചു, വിശാഖ ഹുഡി മേടിച്ചു. അപ്പോൾ നമ്മൾ മേടിച്ച ഷോപ്പിൻ്റെ പേര് ബിസ്മി, അതായത് പക്കത്തിൽ ലേക്ക് പക്കത്തിൽ അല്ലേ. അതാ സുലൈമാൻ കാക്ക ഇവിടെ ഉണ്ട്. സുലൈമാൻ കാക്ക, സയ്യിദ് ഇബ്രാഹിം നല്ല ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നാളെ ഇനി ഇതുവഴി വരുമ്പോൾ എല്ലാവരും മാക്സിമം വിസിറ്റ് പണ്ണുക ആൻഡ് മാക്സിമം ഡിസ്കൗണ്ട് തരൂല്ലേ.
അഞ്ജലി വിശാഖ് എന്ന പേരിൽ വന്നാൽ ഒന്നും കൂടെ ഡിസ്കൗണ്ട് വരും. ഞങ്ങൾക്ക് തരുന്നില്ല, സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. സ്പെഷ്യൽ ഡിസ്കൗണ്ട്. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക. ഇത് നമ്മളെ സുലൈമാൻ കാക്ക, സയ്യിദ് ഇബ്രാഹിം ചേട്ടൻ്റെ മരുമോനാണത്. പേര് യാസിൻ. ഒരു ഹായ് സൊല്ലുങ്ക. ഇത് നമ്മളെ അണ്ണയാണ്. അതെ. അപ്പൊ എല്ലാരും വരിക, പർച്ചേസ് ചെയ്യുക. മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ ചെയ്താക്കി തരും. ഓക്കെ. അങ്ങനെ ഗൈസ്, ഞങ്ങൾ കൊടൈക്കനാലിനോട് ചാച്ചാ ബൈ ബൈ പറഞ്ഞിറങ്ങി. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു അടിപൊളി വാട്ടർഫോൾസ് കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഈ ഒരു 3 ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത ദിവസമായിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഡേ മൂന്നാർ, അത് കഴിഞ്ഞ് നമ്മൾ ഗ്രേറ്റ് ഗാർഡൻ ഒക്കെ കണ്ട് അങ്ങനെ കൊടൈക്കനാലെത്തി. അങ്ങനെ ഇന്ന് നമ്മൾ കൊടൈക്കനാലിനോടും യാത്ര പറഞ്ഞ് ഇനി നേരെ നാട്ടിലേക്കാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഒരു ലോങ് ഡ്രൈവിന് ശേഷം ഞങ്ങൾ നാട്ടിലെത്തിയിട്ടോ ഗൈസ്. ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അപ്പോൾ റബീഹും ഹസ്നയും ഒന്നും വീട്ടിൽ കയറിയില്ല. അവർ ഞങ്ങളെന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ പോയി. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ ഗൈസ്.